രാജീവ് ചന്ദ്രശേഖറെ വിജയിപ്പിച്ചെടുക്കുവാൻ പോർട്ട് മാഫിയയും റിയൽ എസ്റ്റേറ്റ് മാഫിയയും. തലസ്ഥാന നഗരത്തിന്റെ ഭരണം പിടിച്ചെടുക്കുവാൻ ആദ്യമായി പോർട്ട് മാഫിയ നോക്കുന്നത് 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പോട് കൂടിയാണ്. അന്നൊരു പക്ഷേ തലസ്ഥാന നിവാസികൾ ഓർമ്മിക്കുന്നുണ്ടാവും, TVM തിരുവനന്തപുരം വികസന മുന്നേറ്റം എന്ന പേരിൽ ഒരു പുതിയ പാർട്ടി തന്നെ രൂപീകരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കമുള്ള ഭരണം പിടിച്ചെടുക്കുവാൻ അന്നിവർ ശ്രമിച്ചിരുന്നു. പ്രമുഖ ടെക്നോക്രാറ്റും ടെക്നോ പാർക്ക് സ്ഥാപക സിഇഒയും നിഷിന്റെ ഫൗണ്ടറുമൊക്കെയായ ജി വിജയരാഘവനെ ഇവരുടെ ചൂണ്ടയിൽ കൊരുത്ത് മുന്നിൽ നിർത്തുവാൻ ശ്രമിച്ചു. എങ്കിലും പക്ഷേ വലിയ അപകടം മണത്തതുകൊണ്ടായിരിക്കണം അദ്ദേഹം അന്ന് ഇവർക്ക് പിടികൊടുത്തില്ല. അന്ന് ഈ പദ്ധതിയുടെ മുന്നിൽ നിന്നത് തിരുവനന്തപുരത്തെ ഒരു പഴയ താപ്പാനയായ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ പഴയ പ്രതാപം പറഞ്ഞു നടക്കുന്ന ഒരു തീവട്ടിയായിരുന്നു. കൊട്ടാരത്തിലെ തമ്പുരാക്കന്മാരെ കുപ്പിയിലിറക്കിയ ഒരു താപ്പാന. അന്ന് ഇദ്ദേഹവും ശിങ്കിടികളും കിട്ടിയ ഫണ്ടെല്ലാം അടിപടലം വെട്ടി വിഴുങ്ങി എന്ന് മാത്രമല്ല, വ്യാപാരി വ്യവസായികളിൽ നിന്ന് പിരിച്ച കോടികളും അമുക്കി. ചുരുക്കം പറഞ്ഞാൽ തിരുവനന്തപുരം വികസന മുന്നേറ്റത്തിന്റെ സ്ഥാനാർത്ഥികളെല്ലാം തിരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ 8 നിലയിൽ പൊട്ടി കുതികാല് വെട്ടിയായ ഈ റിയൽ എസ്റ്റേറ്റ് തീവട്ടി ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്നും പണം പറ്റി ഈ പദ്ധതി അട്ടിമറിക്കാൻ കൂട്ടുനിന്നു എന്ന വിവരവും പിന്നീട് പുറത്തു വന്നു. ഏതായാലും പോർട്ട് മുതലാളിയുടെ ഭരണം പിടിക്കുവാനുള്ള ആ ശ്രമം അവിടെ കൊണ്ടുപാളി. പിന്നീട് എയർപോർട്ടും സീപോർട്ട് മേഖലയുമെല്ലാം പോർട്ട് മാഫിയയ്ക്ക് തീറെഴുതി നൽകിയിരിക്കുന്നത് കൊണ്ട് അവിടെയും വിശ്വസ്തനായ ഒരാൾ തൻ്റെ ദാസനായി വേണമെന്ന് മുതലാളി ആഗ്രഹിക്കുന്നതിൽ അദ്ദേഹത്തെ തെറ്റു പറയുവാൻ പറ്റില്ല. തീരദേശ മേഖലയിൽ കാര്യമായ സേവനങ്ങളൊക്കെ നടത്തി ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെടുന്ന ഒരാളാകൂ എന്ന് പറഞ്ഞ് BJP-കാരനായ ഒരു നടനെയും ഇതിനിടയ്ക്ക് പോർട്ട് മുതലാളി രംഗത്തിറക്കിയിരുന്നു. തിരുവനന്തപുരം ലോക്സഭാ സീറ്റ് ഉറപ്പാക്കി നൽകാം എന്നതായിരുന്നു അദ്ദേഹത്തോട് പറഞ്ഞിരുന്നത്. എന്നാൽ ചോദിക്കുന്ന പണം കൊടുത്ത് ലോക്സഭാ സീറ്റുകൾ വാങ്ങിയ നിലവിൽ കേന്ദ്ര സഹമന്ത്രി സ്ഥാനം കൈയാളുന്ന ഒരാൾക്ക് ഈ മണ്ഡലത്തിൽ താല്പര്യമുണ്ട്, അത്യാവശ്യം ഡീലുകളും അദ്ദേഹത്തെ കൊണ്ട് സാധിക്കാം എന്ന സ്ഥിതി വന്നപ്പോൾ കേന്ദ്രം പറഞ്ഞ ആ സ്ഥാനാർത്ഥിക്ക് പോർട്ട് മുതലാളി കൈകൊടുത്തു. നടനെ മറ്റൊരു മണ്ഡലത്തിലേക്ക് പണിപ്പെട്ട് പറിച്ചു നട്ടു. ഈ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുത്താൽ പാർട്ടിക്കും പോർട്ട് മുതലാളിക്കും കൂടുതൽ നേട്ടം ഉണ്ടാകുമെന്നതുകൊണ്ട്, ഒരു പങ്കാളി വരെയാക്കാൻ പ്രാപ്തിയുള്ള ആളായതുകൊണ്ട് എന്ത് വില കൊടുത്തും രാജീവ് ചന്ദ്രശേഖർ എന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് പോർട്ട് മുതലാളിയും പാർട്ടിയും പിന്നെ ഇവരുടെ താറുതാങ്ങികളായ തിരുവനന്തപുരത്തെ അപ്പക്കഷ്ണം കിട്ടിയാൽ മറിയുന്ന ചില റിയൽ എസ്റ്റേറ്റ് മാഫിയകളും. ക്ലബിലെ കള്ള് കമ്പനികളായ ഇവരാണ് തിരുവനന്തപുരത്തിന്റെ ഭരണചക്രം തിരിക്കുന്നത് എന്ന ഭാവത്തിലാണ് ഇവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഒരുപക്ഷെ ചന്ദ്രശേഖർ ഇതിലായിരിക്കാം വീണുപോയത്. ഇവർ ഈ ലക്ഷ്യസാധ്യത്തിനായി സീഡിംഗ് ക്യാമ്പയിന് വാടകയ്ക്കെടുത്ത ഒരു യൂട്യൂബറുടെ വായിൽ നിന്ന് ഈ മണ്ടത്തരങ്ങൾ കഴിഞ്ഞ ദിവസം വന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ കൂടുതൽ വോട്ടുകൾ തിരുവനന്തപുരത്ത് പിടിക്കുമായിരുന്നു. കഴിഞ്ഞ തവണ തുറ സൈഡിലുള്ള ഒരു പഴയ മാധ്യമപ്രവർത്തകനെയാണ് ഇവർ വാടകയ്ക്ക് എടുത്തിരുന്നത്. അയാൾ പോർട്ടിനു വേണ്ടി സെക്രട്ടേറിയറ്റ് പഠിക്കൽ ദിവസക്കൂലിക്ക് നിരാഹാരം കിടന്നത് മാധ്യമങ്ങളിലുള്ളവരെങ്കിലും മറന്നിരിക്കുവാൻ ഇടയില്ല. സീഡിംഗ് ക്യാമ്പയിന് PR ഏജൻസികൾ തിരഞ്ഞെടുക്കുന്നവർ അവർ നൽകുന്ന സ്ക്രിപ്റ്റ് യാതൊരു ഉളുപ്പുമില്ലാതെ സങ്കോചവുമില്ലാതെ കട്ടയ്ക്ക് നിന്ന് പറയുക എന്നതാണ്. അതിനായി ലക്ഷങ്ങൾ നൽകും. ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുക, ശ്രദ്ധ തിരിക്കുക എന്നതൊക്കെയാണ് ഇവരുടെ പണി. അതിനായുള്ള സ്ട്രാറ്റജിയും PR ഏജൻസി നൽകും. ഈ സൂത്രപ്പണിയൊന്നും ചെയ്യാതിരിക്കുകയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ കൂടുതൽ വോട്ട് പിടിക്കുമായിരുന്നു. ഇപ്പോൾ ഈ യൂട്യൂബർ PR ഏജൻസി കൊടുത്ത മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് കഴിഞ്ഞ തവണ അദാനിയെ കുപ്പിയിലിറക്കിയ ആ റിയൽ എസ്റ്റേറ്റ് തീവട്ടിയുടെ പേരൊക്കെ പറഞ്ഞപ്പോഴാണ് ആ പഴയ തീവട്ടികളെല്ലാം രാജീവ് ചന്ദ്രശേഖരെ വിജയിപ്പിച്ചെടുക്കുവാൻ ഇപ്പോൾ കളത്തിലിറങ്ങിയിട്ടുണ്ട് എന്ന് തലസ്ഥാന നിവാസികൾക്ക് മനസ്സിലായത്. രാജീവ് ചന്ദ്രശേഖർ പോർട്ട് മാഫിയയുടെ ആളാണ് എന്ന് വ്യക്തമായത്. ട്രിവാൻഡ്രം ക്ലബിൽ ഗസ്റ്റ് അടിച്ചു പോയപ്പോൾ അവിടെ ഇരുന്ന് 2 എണ്ണം വീശിയിട്ട് പ്രാഞ്ചികൾ പറയുന്ന തള്ളുകൾ കേട്ടാണ് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്ന ഫീല് ഈ യൂട്യൂബർക്ക് ഉണ്ടായതത്രേ. തുറയിലെ പാതിരികൾ മാഫിയ കൊടുക്കുന്ന പണത്തിൽ മറിയും, അതുകൊണ്ട് ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. തിരുവനന്തപുരത്ത് ശ്രദ്ധിച്ചാൽ കാണാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പണം പമ്പ് ചെയ്യുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി കോടികളാണ് ചിലവഴിക്കുന്നത്. ഹോർഡിങ്ങുകൾ, പത്രപരസ്യം, റോഡ് ഷോ, ഇവന്റുകൾ, PR ക്യാമ്പയിൻ എന്നുവേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ചിരിക്കുന്നതിൻ്റെ 10 മടങ്ങ് ഇപ്പോൾ തന്നെ ചിലവഴിച്ചു കഴിഞ്ഞു. അമിതാവേശം കാണിച്ച ഈ തീവട്ടി സംഘം രാജീവ് ചന്ദ്രശേഖറിന്റെ കോടികൾ പൊട്ടിക്കും എന്നതല്ലാതെ ഇത്തവണയും തരൂർ തന്നെ വിജയിക്കും എന്നതാണ് അവസ്ഥ. തലസ്ഥാനത്ത് ശരിക്കും
തരൂർ തരംഗമാണ്. ബാക്കിയെല്ലാം ഇവരുടെ ഗിമ്മിക്കുകൾ. ഈ കൊട്ടേഷൻ ഏറ്റെടുത്തതിൻ്റെ പശ്ചാത്തലത്തിലാവാം ഈ യൂട്യൂബർ ഒരു കാരണവശാലും ഇത്തവണ മത്സരിക്കരുതെന്ന് തരൂരിൻ്റെ PA പ്രവീണിനോട് പറഞ്ഞതായി പറയുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖറുമായുള്ള ഇൻ്റർവ്യൂ വന്നപ്പോൾ അധികം ആർക്കും സംശയം തോന്നിയില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം തീരദേശ മേഖലകളിൽ ആവേശത്തിൻ്റെ തിരളക്കം എന്നൊക്കെ തള്ളിമറിച്ച് കുറേ പൊട്ടത്താപ്പ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഇരുന്ന് കട്ടയ്ക്ക് പറയുന്നത് കേട്ടപ്പോൾ മനസ്സിലായി ഇത് PR ഏജൻസികളുടെ സ്ക്രിപ്റ്റാണെന്ന്. അങ്ങനെ രാജീവ് ചന്ദ്രശേഖരെ വെളുപ്പിക്കുവാനുള്ള ആ സീഡിംഗ് ക്യാമ്പയിൻ കൊണ്ട് തന്നെ ഇത്തവണ രാജീവ് ചന്ദ്രശേഖരുടെ വെടിക്കെട്ട് തീരും എന്ന് ഏതാണ്ട് ഉറപ്പായി. തരൂർ ജയിച്ചു പോയി, തലസ്ഥാനത്തെ ബാഴ്സിലോണയാക്കുമോ എന്നതല്ല പ്രശ്നം, മാഫിയകളെ വിജയിപ്പിക്കണോ എന്നതാണ് തലസ്ഥാന നിവാസികൾ ചിന്തിക്കേണ്ടുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.